കേരളത്തിലെ ഏറ്റവും വലിയ വിനായക ചതുർത്ഥി ഘോഷയാത്രയ്ക്കൊരുങ്ങി പാലക്കാട്. 300-ലേറെ വിനായക വിഗ്രഹങ്ങൾ അണിനിരത്തി ഘോഷയാത്ര നടത്തും. കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു മുഖ്യ പ്രഭാഷണം നടത്തുന്ന പരിപാടി BJP തമിഴ്നാട് സംസ്ഥാന വൈസ് പ്രസിഡന്റും സിനിമാ താരവുമായ ഖുഷ്ബു ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 3 മണിക്ക് മേലാമുറിയിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുക. രാത്രിയോടെ കൽപ്പാത്തി പുഴയിൽ വിനായക വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യും. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കേരളത്തിലെ ഏറ്റവും വലിയ വിനായക ഘോഷയാത്രയ്ക്കാണ് പാലക്കാട്. ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? സുരേഷ്, തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ വിനായക ചതുർത്ഥി ഘോഷയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് പാലക്കാട് നഗരത്തിൽ. ഇന്ന് 300 മുതൽ 400-ലേറെ വിനായക വിഗ്രഹങ്ങളാണ് നിമജ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കുക. ഇപ്പോൾ നമുക്ക് ആ വിനായക ചതുർത്ഥിയുടെ ഭാഗമായി പാലക്കാട് മൂത്താന്തറയിലെ കണ്ണകി ക്ഷേത്രത്തിന് മുന്നിൽ ഏറ്റവും വലിയ ഒരു വിനായകന്റെ വിഗ്രഹം, അതിന്റെ പൂജകളും മറ്റുമൊക്കെ ആരംഭിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഉച്ചയ്ക്ക് ഒരു 1:30 തന്നെ ഇവിടെ മറ്റ് വിനായക വിഗ്രഹങ്ങളൊക്കെ എത്തി വലിയ രീതിയിലുള്ള പൂജകളും മറ്റും ആദ്യം നടക്കും. അതിനുശേഷമായിരിക്കും വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നിമജ്ജന ഘോഷയാത്ര മേലാമുറിയിൽ നിന്ന് ആരംഭിക്കുക. മേലാമുറിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് എത്തുമ്പോൾ അവിടെ ഉദ്ഘാടന സഭ നടക്കും. ആ ഉദ്ഘാടന സഭയിൽ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപരായ NR മധു, അദ്ദേഹമാണ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുക. ഒപ്പം BJPയുടെ തമിഴ്നാട് സംസ്ഥാന ഉപാധ്യക്ഷയും അതുപോലെ തന്നെ BJP നേതാവും സിനിമാ താരവുമായ ഖുഷ്ബു, അവരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതായാലും ഈ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ഒപ്പം ചേരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങളും മറ്റും പൂർത്തിയായിരിക്കുന്നത്? ഈ പാലക്കാട്ടെ വിനായക ചതുർത്ഥി ആഘോഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത് ഇവിടെയല്ലല്ലോ? അതാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ഗണേശോത്സവം കമ്മിറ്റി നടത്തുന്ന ഗണേശ നിമജ്ജന ശോഭായാത്ര ആദ്യമായി നടക്കുന്നത് കേരളത്തിനകത്ത് പാലക്കാടാണ്. 1992-93 കാലഘട്ടത്തിലാണ് ഈ ഗണേശ വിഗ്രഹ നിമജ്ജന ശോഭയാത്ര ആദ്യമായിട്ട് പാലക്കാട് തുടങ്ങിയത്. ഒരു ഗണേശനെ വെച്ചിട്ടുള്ള നിമജ്ജന ശോഭയാത്രയായിരുന്നു അന്ന് നടന്നത്. പക്ഷെ വലിയ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിട്ടുള്ള ഒരു ശോഭായാത്രയായിരുന്നു അത്. കേരളത്തിനെ സംബന്ധിച്ച് ഗണേശ ശോഭായാത്രയ്ക്ക് ഇപ്പോഴും വലിയ പ്രാധാന്യമാണ്. ഗണേശ നിമജ്ജന ശോഭായാത്ര എന്ത് ഉദ്ദേശത്തോടെ, എന്ത് ലക്ഷ്യത്തോടെയാണോ നമ്മുടെ മുൻ കാരണവന്മാരായിട്ടുള്ള ആളുകൾ നടത്തിയത്, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള ആളുകൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ നടത്തിയത്, അതേ ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യം ഇപ്പോഴും കേരളത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ പ്രാധാന്യമാണ്. കേരളത്തിനെ സംബന്ധിച്ച് ഹിന്ദു ഉത്സവങ്ങൾക്ക് നേരെ നടക്കുന്ന വെല്ലുവിളികൾ, ഹിന്ദു സംസ്കാരത്തിന് നേരെ നടക്കുന്ന വെല്ലുവിളികൾ, ഇതെല്ലാം ഇപ്പോഴും കേരളത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ വലിയ പ്രാധാന്യമാണ് ഗണേശോത്സവ കമ്മിറ്റി നടത്തുന്ന നിമജ്ജന ശോഭായാത്ര. ഹിന്ദു ഐക്യത്തിനും ഹിന്ദു രൂപീകരണത്തിനൊക്കെ ഇത് വലിയ പ്രാധാന്യം ഇപ്പോഴും നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. എത്ര വിഗ്രഹങ്ങളാണ് ഈ വർഷം? 350ഓളം ഗണേശ വിഗ്രഹങ്ങളാണ് ജില്ലാ ഗണേശോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശോഭയാത്രയ്ക്ക് പങ്കെടുക്കാനായി പോകുന്നത്. BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ കൂടെ ചേരുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ വലിയ ആഘോഷമായിരുന്നു, ഇത്തവണ വിപുലമായ ആഘോഷം തന്നെയാണ്. മുൻപാണെങ്കിൽ ഗണപതി മിത്തല്ല എന്നൊക്കെ പറഞ്ഞ ഒരു സ്പീക്കർ ഉൾപ്പെടെയുള്ള നാട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നും അത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായിരുന്നു ഈ പാലക്കാട് നടന്ന ഗണേശോത്സവത്തിനോടനുബന്ധിച്ചുള്ള വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര. വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഗണേശോത്സവം ഇത്തവണ നടക്കുന്നത്. ഇത്തവണ 35ാമത്തെ വർഷമാണ്. അതിഗംഭീരമായ ഉത്സവം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഏകദേശം 400-നടുത്ത് വിഗ്രഹങ്ങളാണ്. ഒരു 3 അടി മുതൽ 20 അടി വലിപ്പം വരെയുള്ള ഗണപതി വരുന്നുണ്ട്. പ്രമുഖ തെന്നിന്ത്യൻ ചലച്ചിത്രതാരം ശ്രീമതി ഖുഷ്ബു അവർക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടി ആരംഭിച്ച് രാത്രി പുലർച്ചെ 2:30 മണി വരെ നീണ്ടു നിൽക്കുന്ന ശോഭയാത്രയാണ്. പാലക്കാട് നഗരം പൂർണ്ണമായും കാവിക്കടലിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വിശ്വാസത്തിൽ ആറാടിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു ഹൈന്ദവ സമൂഹം ജാതി മത ഭേദമന്യേ ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് കാണാനായി പോകുന്നത്. എല്ലാവരും ഒരു ഉത്സവത്തിന്റെ ആനന്ദ ലഹരിയാണുള്ളത്. അതിന്റെ ചിത്രം ഏതാനും മണിക്കൂറുകൾക്കകം, ഒരു 1.5 മണിക്ക് ശേഷം പാലക്കാട് നഗരം പൂർണ്ണമായും ഗണേശ വിഗ്രഹങ്ങളാൽ പൂർണ്ണമായി ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങിയിട്ടുള്ളത്. കോടതി വിധി പോലും സമ്പാദിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിമജ്ജന ശോഭയാത്ര ആദ്യ വർഷങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ
ഇപ്പോൾ സാഹചര്യം മാറി. മുഴുവൻ വീടുകളിലും ഗണേശനെ ഏറ്റെടുക്കാൻ തുടങ്ങി. അമ്മ പെങ്ങന്മാരുൾപ്പെടെ ഏകദേശം 50,000-നും 1,00,000-നും ഇടയിൽ ആളുകൾ ഇന്നത്തെ ശോഭയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു ധന്യ മുഹൂർത്തത്തിനാണ് ഇന്ന് പാലക്കാട് നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പാലക്കാട് നിന്ന് ആരംഭിച്ച ശോഭയാത്ര, പാലക്കാട് നിന്ന് കൊണ്ടുപോയ വിഗ്രഹങ്ങൾ ഇത് കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും വലിയ രീതിയിൽ ഗണേശോത്സവം മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഏതായാലും പാലക്കാട് നിന്നും തുടക്കം കുറിച്ച ആ വിനായക ചതുർത്ഥി ഘോഷയാത്ര അതിപ്പോൾ കേരളമെമ്പാടും വിപുലമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. കാരണം നേരത്തെ ഇവരെല്ലാം പറഞ്ഞതുപോലെ 1990-കളിലാണ് പാലക്കാട് വിനായക ചതുർത്ഥി ഘോഷയാത്ര ആരംഭിക്കുന്ന. അന്ന് ഒരു ഗണേശ വിഗ്രഹവുമായിട്ടായിരുന്നു ഈ നിമഞ്ജന ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പക്ഷേ ഇന്ന് ഒന്നല്ല, 350 മുതൽ 400 വരെ വിഗ്രഹങ്ങളാണ് ഈ നിമഞ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ ആളുകളൊക്കെ വീട്ടിൽ അവരുണ്ടാക്കിയിട്ടുള്ള മണ്ണുകൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിനായകന്റെ വിഗ്രഹങ്ങളുണ്ട്. അത്തരം വിഗ്രഹങ്ങളും ഒക്കെ ഇതിലേക്ക് ഈ നിമഞ്ജന ഘോഷയാത്രയിൽ പങ്കെടുക്കും. അതുകൂടെ കണക്കിലെടുക്കുമ്പോൾ അതൊരു 700ഓളം വിഗ്രഹങ്ങളായി മാറും എന്നുള്ളതാണ്. ഏതായാലും നിമഞ്ജന യാത്രയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ, പൂജകളും മറ്റുമൊക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഈ നിമഞ്ജന ഘോഷയാത്ര അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നാടും നഗരവും. വൈകിട്ടോടുകൂടെ തന്നെ പാലക്കാട് നഗരം എമ്പാടും ഗണേശ സ്തുതികളാൽ, വിനായക സ്തുതികളാൽ മുഖരിതമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും മഴ രാവിലെ മുതൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ വൈകിട്ടോടുകൂടെ ആ മഴയൊക്കെ മാറി നിന്ന് പരിപാടി പൂർവാധികം ഭംഗിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം. ഏതായാലും അരുൺ പറഞ്ഞതുപോലെ തന്നെ വലിയ ആഘോഷ നിറവിലാണ് പാലക്കാട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. വൈകിട്ടോടെ നടക്കുന്ന പരിപാടികളിൽ വിവിധ പ്രമുഖർ തന്നെയാണ് പങ്കെടുക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഏറ്റവും വലിയ വിനായക ചതുർത്ഥി ഘോഷയാത്രയ്ക്ക് തന്നെയാണ് പാലക്കാട് ഒരുങ്ങിയിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.